ചൈനയിലെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ പുതിയൊരു പീഡന തരംഗത്തിലേക്ക് നയിക്കുന്നു. ദശാംശവും വഴിപാടുകളും ശേഖരിക്കുന്നതിനു വേണ്ടി മാത്രം പാസ്റ്റർമാരെ സർക്കാർ അറസ്റ്റ് ചെയ്യുകയാണ്. വിദേശ മിഷണറി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും സുപ്രീം നേതാവ് ഷീ ജിൻപിങ്ങിന്റെ ഏറ്റവും പുതിയ അടിച്ചമർത്തലുണ്ടായിരുന്നിട്ടും ക്രിസ്തുമതം രാജ്യത്തുടനീളം വ്യാപിക്കുന്നത് തുടരുന്നു. യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ വർദ്ധിച്ച താരിഫ് കാരണം, മന്ദഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥ കാരണം ചൈന സാമൂഹിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. രാജ്യം ഒരു നിർണായക ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴും ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രസിഡന്റ് ജെഫ് കിങ് വിശ്വസിക്കുന്നു. കൂടുതൽ ചൈനീസ് പൌരന്മാർ ക്രിസ്തുമതത്തിലേക്ക് തിരിയുമ്പോൾ ഷീ വീണ്ടും പുതിയ നടപടികൾ സ്വീകരിക്കുന്നു. മെയ് 1 വിദേശ മിഷണറിമാർക്കെതിരെ അദ്ദേഹത്തിന്റെ സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേൽനോട്ടമില്ലാതെ, വിദേശികൾക്ക് മുൻകൂർ അനുമതിയില്ലാതെ പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ കഴിയില്ല. ഇത് വളരെ അപൂർവമായി മാത്രമേ അനുവദിക്കൂ. അതുകൊണ്ടാണ് അവിടെ പല മിഷണറിമാരും അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കുന്നത്. ചൈനയിലെ രജിസ്റ്റർ ചെയ്ത 3 സെൽഫ് പേട്രിയോട്ടിക് പള്ളികളിൽ ആലപിക്കുന്ന സ്തുതിഗീതങ്ങൾ കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളുമായി പൊരുത്തപ്പെടണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. എല്ലാ ഞായറാഴ്ചയും അവർ ദൈവസ്തോത്രം ആലപിക്കുന്നതിനു മുമ്പ് അവർ എഴുന്നേറ്റുനിന്ന് കമ്മ്യൂണിസ്റ്റ് ഗാനം, ദേശീയ കമ്മ്യൂണിസ്റ്റ് ഗാനം ആലപിക്കണം. ആദ്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ആരാധിക്കുന്നതിനു പകരം കമ്മ്യൂണിസ്റ്റ് വീരന്മാരുടെ സ്തുതികൾ പാടണം. തന്ത്രപരമായി സ്ഥാപിച്ച ക്യാമറകളിലൂടെയും മുഖം തിരിച്ചറിയൽ സോഫ്റ്റ്വെയറിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിസ്ത്യാനികളെ നിരീക്ഷിക്കുന്നു. പള്ളിയുടെ 4 കോണുകളിലും പള്ളി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നിരീക്ഷിക്കാൻ മുഖം തിരിച്ചറിയൽ ക്യാമറകൾ സ്ഥാപിക്കുന്നു. ദശാംശവും വഴിപാടും ഇപ്പോൾ വിദേശ മതപരമായ സേവനം എന്ന് വിളിക്കപ്പെടുന്നു. നിരവധി ഹൌസ് ചർച്ച് പാസ്റ്റർമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു.